പറയാം. അവിടെ ഇരിക്കുന്ന ആ ആളിനെ നീ അറിയോ? അറിയാം, സാറിന്റെ അമ്മാവൻ. അതെ, അയാൾ ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. അയാളുടെ സംസാരം കേട്ടപ്പോ ആദ്യം എനിക്ക് ദേഷ്യം വന്നത്. ഇറങ്ങി പോകാൻ വരെ ഞാൻ പറഞ്ഞു. പിന്നെ ആലോചിച്ചപ്പോ അയാൾ പറഞ്ഞ കാര്യങ്ങൾ ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നി. അയാളെപ്പോലെ എനിക്കൊരു മോളുള്ളതുകൊണ്ട് ആവശ്യം ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്താ റെഡി? നീ അറിയില്ലേ അയാളുടെ മകൾ ഉമ്മ? ഫ്രണ്ട്സ് ഒരുമിച്ച് നീ അവിടെ പോയി താമസിച്ചിട്ടുള്ളതല്ലേ? ഇത്രയും കാലം നിന്റെ സാറ് വിവാഹം കഴിക്കാതെ അവർക്ക് വേണ്ടി കാത്തിരുന്നു. ബട്ട് ഫേറ്റ്, ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം, നിന്റെ സാറിനും. അപ്പൊ പിന്നെ നന്ദന് പുതിയൊരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കേണ്ടത് അമ്മാവൻ നിലയ്ക്ക് ആ മനുഷ്യന്റെ കടമയാണ്. അയാൾ നന്ദനൊരു പ്രപ്പോസലുമായിട്ടാണ് വന്നത്. നിന്നെ നന്ദന് വിവാഹം കഴിച്ചു കൊടുക്കണം. ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. എന്റെ മകൾക്ക് വിവാഹപ്രായമായില്ല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാമായിരുന്നു, അല്ലെങ്കിൽ അവൾ പഠിക്കുകയാണ്. പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല. കാരണം ബാലിശമായിരുന്നെങ്കിലും ഇടയ്ക്കറിയാതെ നീ നന്ദനെ സ്നേഹിച്ചല്ലോ. ഇപ്പോഴും ആ ഇഷ്ടം മനസ്സിൽ ബാക്കി നിൽപ്പുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും എന്റെ മകളുടെ ആഗ്രഹത്തിന് എതിരെ നിൽക്കില്ലെന്ന് അദ്ദേഹത്തിന് വാക്കുകൊടുത്തു. നിനക്ക് എന്ത് തീരുമാനം എടുക്കാം, ആലോചിച്ചിട്ട് മതി. പക്ഷെ ഇതിന്റെ പേരിൽ വേണ്ടാത്ത കോംപ്ലിക്കേഷൻസ് ഒന്നും നിന്റെ ലൈഫിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു വിവാഹം കഴിച്ചാലേ ജീവിതത്തിന് അർത്ഥമുണ്ടാവൂ എന്നൊന്നുമില്ല. പക്ഷെ ഉമ്മയ്ക്ക് വേണ്ടി ഇനി എന്താണ് നന്ദന് ചെയ്യാനുള്ളത്? ഇപ്പൊ തന്നെ ഉമ്മ മരുന്ന് കഴിക്കുന്നില്ല. ഉമ്മ പറഞ്ഞതുപോലെ അവസാനത്തെ ആഗ്രഹം നന്ദൻ അത് സാധിച്ചു കൊടുത്താൽ നന്ദൻ പറയുന്നത് ഉമ്മയും അനുസരിച്ചേക്കും. ചിലപ്പോ മരുന്ന് കഴിക്കും, രോഗം ഭേദപ്പെട്ടൊന്നും വരാം. പിന്നെ ശ്രുതി, അവൾക്ക് നന്ദന ഇഷ്ടവുമാണ്. അത് ഇഷ്ടമൊന്നുമല്ല റഹ്മാൻ, വെറും ഇൻഫാക്ച്വേഷൻ, പ്രായത്തിന്റെ എടുത്തുചാട്ടം. എനിക്ക് അതെങ്ങനെ സാധിക്കുമെന്ന് റഹ്മാൻ പറയുന്നു. നന്ദന്റെ ഇപ്പോഴത്തെ അസ്വസ്ഥത കൊണ്ട് തോന്നുന്ന സംശയങ്ങളാണ് അതൊക്കെ. അല്ല, തീർച്ചയായും അതെ. ഇതിനേക്കാളും വലിയ പ്രതികൂല സാഹചര്യങ്ങളുമായി മനുഷ്യൻ പൊരുത്തപ്പെടേണ്ടി വരാറില്ലേ? എനിക്ക് സാധിക്കില്ല റഹ്മാൻ. നന്ദൻ സ്നേഹിക്കുന്ന നന്ദന്റെ ഉമ്മയ്ക്ക് വേണ്ടിയുള്ള ഒടുവിലത്തെ ത്യാഗമാണെന്ന് കരുതിയെങ്കിലും, പക്ഷേ ഇത് നന്ദന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തെന്ന നിലയിൽ എനിക്ക് ഇത്രേ പറയാൻ അറിയൂ. തീരുമാനമൊക്കെ നന്ദന്റെയാണ്. ഇതുവരെ കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാൻ നോക്കാം. ഒക്കെ നിനക്കറിയാലോ, സിൻസിയറായ ഒരു ഭർത്താവായിരിക്കാൻ ഞാനും ശ്രമിക്കാം. കിടന്നോളൂ. മോളെ, എന്താ ഒറ്റയ്ക്ക് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത്? എന്തു പറ്റി കുട്ടിക്ക്? കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ ഈ ഇരിപ്പും അവനും. ഒന്നുമില്ലമ്മേ. ആരാ? ശ്രുതിയോ? എന്താ കുട്ടി ഈ കാട്ടിന്? നീ അടുത്ത് വാ. എപ്പോ വന്നു കുട്ടി? ഞാൻ അറിഞ്ഞില്ലല്ലോ. നന്ദേട്ടൻ വന്നിട്ടുണ്ടോ? നന്ദേട്ടനെയും ഭാര്യ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ എന്ന് ഇന്നലെയും കൂടി നാണത്തള്ള പറഞ്ഞു. സാരി എടുത്തപ്പോ വലിയ കുട്ടിയായി ഇയാള്. സുഖാണോ? എന്ത് പ്രായശ്ചിത്താണ് ചേച്ചി ഞാൻ ചെയ്യേണ്ടത്? ഇനി എനിക്കിത് താങ്ങാൻ വയ്യ. എന്തൊക്കെയാ കുട്ടി പറയണേ? എന്നെ ഒന്ന് ശപിക്കായിരുന്നില്ല ചേച്ചിക്ക്. എങ്കിൽ ഒരല്പം കൂടി ധൈര്യത്തോടെ ഈ മുമ്പിൽ വന്ന് നിൽക്കാമായിരുന്നു എനിക്ക്. കുട്ടിയാണ് എന്ത് തെറ്റിയതോ? എല്ലാം ദൈവനിശ്ചയാണെന്നേ ഞാൻ കരുതണുള്ളൂ. ഇല്ല ചേച്ചി, ചേച്ചി ഈ സ്ഥിതിയിലാക്കിയിട്ട് പിടിച്ചു വാങ്ങിയതല്ലേ എല്ലാം. വാശി തീർക്കാൻ നിഴലിനോടാണ് യുദ്ധം ചെയ്തത്. എനിക്കിപ്പോ അത് ബോധ്യായി. ഒന്നും അറിയാതെ ഒരു ഭാര്യയോടുള്ള എല്ലാ കടമകളോട്
സാർ എന്നെ സ്നേഹിച്ചു തുടങ്ങി. എനിക്കത് താങ്ങാൻ വയ്യ. നന്നായിട്ട് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ കുട്ടി. ആ സ്നേഹം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായി എന്ന് കരുതി സന്തോഷിക്കാം. കുട്ടിക്ക് എന്നും നന്മകളെ ഉണ്ടാവും. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എപ്പോഴും. അച്ഛന് മനസ്സിലായില്ലേ? ശ്രുതി നന്ദേട്ടന്റെ ഭാര്യ. നന്ദേട്ടന്റെ ഭാര്യ എല്ലാം നേടിയില്ലേ, പിന്നെ എന്തിനും കൂടി പോന്നു? ഇനി എന്റെ മോളുടെ ജീവനാണ് വേണ്ടതെങ്കിൽ അത് മാത്രമേ ബാക്കിയുള്ളൂ. പാടത്ത് വെച്ച് കണ്ടു പടി കയറി വരണത്. ഒരിക്കലും ഈ പടി കയറിയതിന്റെ ഫലം ഞാനും എന്റെ മോളും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇനിയും അവളെ കരയിക്കാനാണ് ഭാവമെങ്കിൽ ചൂട് കിടപ്പുണ്ടകത്ത്. നിർത്തുണ്ടോ? ആരോട് എന്താ പറയണ്ടെന്ന് അറിയാണ്ട് നീറുക, ചങ്ക് നീറുക. ഞാനേ ഇവളുടെ അച്ഛനാ. എല്ലാം ഇത്രയും ദിവസം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നു. അന്നേ നന്ദനോടെല്ലാം പറയാൻ ഇറങ്ങി പുറപ്പെട്ടതാ. അപ്പൊ ഇവള് തടഞ്ഞു. എല്ലാം ഞാൻ സഹിച്ചോളാം അച്ഛ. നന്നേട്ടനൊന്നും അറിയരുതെന്ന് എന്റെ മോള് കരഞ്ഞു പറഞ്ഞു. സഹിക്കുക. കണ്ടോ, ഈ കട്ടിലിൽ കിടന്ന് എല്ലാം സഹിക്കുക. ഇനി ഇറങ്ങിപ്പോവാൻ ഞാൻ പറയണോ? ആ മുഖം എനിക്ക് കാണണ്ട. അമ്മാവാ, നന്ദേട്ടൻ അറിയണ്ടെന്ന് ഉമ്മ പറയാൻ മാത്രം എന്താണ്ടായത്? ഇല്ല എന്താ, ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ടായിട്ടുണ്ട്. എന്തോ എന്നിൽ നിന്ന് മറക്കുകയാണ്. പറയാമാവാ. ഒന്നുമില്ല നന്ദ, ഒന്നുമില്ല. ഉമ്മേ, എന്താ ഉണ്ടായതെന്ന് നന്ദേട്ടനോട് പറ. എന്നോട് പറയാതെയാണ് ഇവളിവിടെ വന്നത്. വെറുതെ ഇവളിവിടെ വരില്ല. പറ ഉമ്മേ. ഞാൻ പറയാം. ശ്രുതി വേണ്ട. വേണം, എന്നായാലും വേണം. എന്നായാലും അറിയണം. ഞാൻ കാരണമാണ് ചേച്ചിക്ക് രണ്ടാമത് സ്ട്രോക്ക് വന്നത്. എല്ലാം എല്ലാം ഞാൻ കാരണമാണ്. സാറിന് ചേച്ചിയുടെ സ്നേഹമില്ല, സിമ്പതിയാണെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു. ചേച്ചിയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സാറിന്റെ ജീവിതം നശിപ്പിക്കുകയാണെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു. ഒരു ഭാര്യയുടെ കടമ നിറവേറ്റാൻ ചേച്ചിക്ക് ഒരിക്കലും കഴിയില്ലെന്ന് ഞാൻ. നന്നായി, എല്ലാം നന്നായി. എല്ലാരും എല്ലാം ചെയ്തു തീർത്തല്ലോ. നന്നായി. നന്ദേട്ടൻ നന്മ വരാൻ ഉമ്മ ത്യാഗം ചെയ്തു. മോളുടെ കണ്ണീര് കണ്ട് അമ്മ അവനെല്ലാം മനസ്സിലൊതുക്കി. നന്ദൻ നന്ദൻ മാത്രം കിട്ടി. ഇത്രയും വലിയ നന്മ നന്ദേട്ടന് വേണ്ടി ചെയ്യണമായിരുന്നു. ഇങ്ങനെ ഒരു സൗഭാഗ്യം നന്ദേട്ടന് തരണമായിരുന്നോ? ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നില്ല. വേണ്ട. നീ കരയണ്ട. നിന്റെ കണ്ണീരിൽ പോലും ഉണ്ട് വിഷം. കരയണ്ട. നിനക്ക് മാപ്പില്ല. ഒരായുസ് മുഴുവൻ കരഞ്ഞാലും നിനക്ക് മാപ്പില്ല. വേണ്ട. റഹ്മാൻ, റഹ്മാൻ, നമ്മളെങ്ങോട്ടാ പോകുന്നു? നമ്മളെങ്ങോട്ടാ പോകുന്നെന്ന് ചോദിച്ചു. ഇനി അധികം ദൂരമില്ല. ഇതാവുന്ന വീട്ടിലേക്കുള്ള വഴിയില്ലേ? വണ്ടി നിർത്ത്. വണ്ടി നിർത്താൻ. അപ്പേന്റെ അടുത്ത് എത്തുമ്പോൾ വണ്ടി നിൽക്കും.